നിന്റെ മനസ്സൊരിടത്തും ഉറച്ചു നിൽക്കാത്തത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. നീ പൂർണ്ണമായിട്ടും ബിസിനസ്സിൽ ശ്രദ്ധിച്ചാൽ നിനക്ക് ഈ രംഗത്ത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ നിന്ന് എടുത്തങ്ങ് കളയണം. അങ്കിള് കരുതും പോലെ ഞാനിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും മനസ്സ് കൊടുക്കുന്നില്ല. എൻ്റെ മനസ്സ് കൈവിട്ട് പോകുന്നതേ അമ്പിളി എന്നോട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിട്ടാ. എടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇന്നെന്തായാലും നീ പഞ്ചരത്നത്തിലേക്ക് പോണം. നാളെ വിഷു അല്ലേ? നാളെ നീ പഞ്ചരത്നത്തിൽ വിഷുക്കണി കാണണം. അതോടെ നിനക്കും അമ്പിളിക്കിടയിലുള്ള പ്രശ്നങ്ങളും തീരും. എനിക്ക് തോന്നുന്നില്ലെങ്കിലേ അവളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് അറിയാനാ ഞാൻ ഇടയ്ക്ക് വീട്ടിലേക്ക് പോയത്. അന്നും അവൾ എന്നോട് കാണിച്ചത് അവഗണന മാത്രമാ. ഇനി വീണ്ടും അവളുടെ മുമ്പിൽ പോയി നാണം കെടാൻ എന്നെ കൊണ്ട് വയ്യ. ഈ ഇതുവരെ കാണിച്ച പോലൊന്നും നല്ലൊരു വിഷുവായിട്ട് അമ്പിളി നിന്നോട് കാണിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബത്തിലുള്ളവര് എല്ലാം മറന്ന് ഒരുമിച്ച് കൂടുന്ന ദിവസമല്ലേ വിഷു. ഇനി അഥവാ അമ്പിളി നിന്നോട് മിണ്ടിയില്ലെങ്കിൽ വേണ്ട, നിന്റെ മോളില്ലേ ഇവിടെ, അമ്മാവല്ലേ ഇവിടെ, അവർ വിചാരിച്ചെങ്കിലും നീ പോയേ പറ്റൂ. അല്ലെങ്കിൽ എല്ലാവർക്കും വിഷമവും, പ്രത്യേകിച്ച് അണ്ണനത് സഹിക്കാൻ പറ്റില്ല. എനിക്കറിയാം അങ്കിളെ. അല്ലെങ്കിൽ തന്നെ ഇന്ദ്രന്റെ അവസ്ഥയും ദയുടെ ട്രീറ്റ്മെന്റും ഒക്കെ അമ്മാവനെ വളരെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഞാനും കൂടി വിഷുവിന് വിട്ടുനിന്ന അമ്മാവൻ തകർന്നു പോകുന്നു എനിക്കറിയാം. പക്ഷേ ഒരു പക്ഷേയില്ല. ഇന്ന് നീ പഞ്ചരത്നത്തിലേക്ക് പോയേ പറ്റൂ. ഞാൻ നേരെ ഗുരുവായൂർക്കാം. പുലർച്ചെ ഭഗവാനെ കണ്ടിട്ട് അപ്പം തന്നെ തിരിക്കാൻ പറ്റിയാൽ സദ്യക്ക് മുമ്പ് ഞാൻ എത്താൻ നോക്കാം. ശരിയെങ്കില് ഞാൻ എന്തായാലും കുറച്ച് ചെറിയ രീതിയിൽ പർച്ചേസ് ഒക്കെ നടത്താം. പോവാണെങ്കിൽ എല്ലാവർക്കും വിഷുക്കോടിയും കൈനീട്ടൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ അതിനിടയിൽ അമ്പിളിയോ മറ്റാരെങ്കിലോ എന്നെ വിളിക്കാൻ നോക്കാം. എടാ, വിളിച്ചില്ലെങ്കിൽ നീ പോണം രഘു. പോവും. പോവാതിരിക്കാൻ നിനക്ക് പറ്റില്ല. എന്നാ ശരി, ഞാൻ ചെല്ലേ. സുധന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ ഇതേ ചർച്ച തന്നെ ആയിരിക്കും. ആര് ചോദിച്ചാലും എനിക്കറിയാവുന്ന സത്യങ്ങളെ ഞാൻ പറയും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ചെല്ല് ചെല്ല്. ആ സത്യ, ഞാൻ സുധന്റെ വീട്ടിലേക്ക് വരാൻ ഇറങ്ങുമായിരുന്നു. അവിടെ വെച്ച് നിന്നെ കാണാലോന്ന് കരുതി. എന്നെ കണ്ടിട്ട് എന്തിനാ? ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ വല്ലതും ഉണ്ടോ ഇനി വിളിച്ചു പറയാൻ? നിനക്കെന്നോട് ദേഷ്യമായിരിക്കും എനിക്കറിയാം. അതെ, എനിക്ക് ദേഷ്യം തന്നെയാ. അമ്മയുടെ വാക്ക് കേട്ട് കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതിന് മുൻപ് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നില്ലേ? ഞാനും അത് ചോദിച്ചാ സത്യേട്ടാ. സുശീല പറഞ്ഞു എന്ന് പറഞ്ഞ് മാഷ് വന്ന സത്യങ്ങൾ ചോദിച്ചപ്പോ ഒന്നും മറച്ചു വെക്കാൻ എനിക്ക് തോന്നിയില്ല. ഇനിയെങ്കിലും എല്ലാവരും എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോട്ടെ എന്ന് കരുതി. അതൊരിക്കലും ഇന്ദ്രനെയോ നിങ്ങളെയോ വിഷമിപ്പിക്കാനായിരുന്നില്ല. കുഞ്ഞമ്മ സത്യം പറഞ്ഞതിലല്ല, ഇത്രയും വർഷം ഞങ്ങൾ നിന്നത് മറച്ചു വെച്ചതിലാ ഞങ്ങളുടെ പരാതി. പാവന്റെ ഏട്ടനെ ഒരു ആയുധം പോലെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെങ്കിലും കുഞ്ഞമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് പറയാമായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ദ്രന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ഇപ്പൊ സുശീലെല്ലാം പറഞ്ഞതുകൊണ്ടാ ഞാൻ സത്യങ്ങളെല്ലാം സമ്മതിച്ചത്. അല്ലെങ്കിലും ഇന്നത്തെ കാലം ഇങ്ങനെയാ കുഞ്ഞമ്മേ. ഒരാള് ചെയ്യുന്നതിലെ നന്മ കാണുന്നതിന് പകരം കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കും. അമ്മ ഈ കാണിച്ചതിലൊന്നും യാതൊരു നന്മയും ഞാൻ കാണുന്നില്ല. അമ്മ ചെയ്യുന്നതെല്ലാം അമ്മയുടെ സ്വാർത്ഥത ഒന്നിനു വേണ്ടി മാത്രമാണ്. അതെ സത്യ, സുശീല ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് ശരിയാ. പക്ഷേ നിങ്ങൾ മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാണാതെ പോകരുത്. അല്ല, ഇന്ദ്രനെ നോക്കി വളർത്തേണ്ട ഒരു കാര്യം അവൾക്കില്ലായിരുന്നല്ലോ. എന്നിട്ടും അവളത് ചെയ്തില്ലേ?
അതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും കാര്യം കാണും. വളർത്തി വലുതാക്കിയ ഒരു അടിമയെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്തതെന്നും പറയാൻ പറ്റില്ലല്ലോ. സത്യ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എന്നായാലും എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ, എന്നെങ്കിലും പുറത്തു വരും. അങ്ങനെ കരുതാം. സമയായി, ഞാൻ ഇനി നിൽക്കുന്നില്ല, ഇറങ്ങട്ടെ. ശരി. നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി കേറിയതാ. അല്ല, ഏതായാലും വന്ന സ്ഥിതിക്ക് ഇനി വിഷു കഴിഞ്ഞ് പോവാം. ഈ വിഷുവിന് ഇവിടെ ഒരു മരണ വീട് പോലെയാ. കുഞ്ഞമെങ്കിലും ഉള്ളത് ഒരാശ്വാസമാവും. അത് ശരിയാ. എന്തായാലും കുഞ്ഞമ്മ നാട്ടിൽ പോകുന്നില്ലല്ലോ, നമുക്കിവിടെ കൂടാ. ശരി, എങ്കി അങ്ങനെ ആവട്ടെ. ഞാനും കൂടി കാരണമല്ലേ ഇവിടത്തെ സന്തോഷങ്ങൾ നശിച്ചത്. എന്നാ പിന്നെ നിങ്ങൾക്കൊപ്പം ആ സങ്കടത്തില് ഞാനും പങ്കുചേരാം. ആയിക്കോട്ടെ, അത് ഞാനെടുക്കാം. വാ. നോക്ക് വെച്ചു. അതെന്താ നോക്ക്. അതൊരെണ്ണം കൂടെ കത്തിച്ചു. വെച്ചോട്ടാ നോക്ക്. വെച്ചുമോനെ വേണോ? എടീ, ഇന്ദ്രനിങ് വന്നോളും. നീ വന്ന് മക്കളുടെ കൂടെ കൂട്, അവരൊന്ന് സന്തോഷിക്കട്ടെ. അവര് സന്തോഷിക്കല്ലേ ചേച്ചി. എനിക്ക് അതൊക്കെ ഉപയോഗിക്കാൻ കുറച്ച് പേടിയാ. വിച്ചുമോനെ വേണോടാ? വാ. വിച്ചുട്ടാ വേണ്ട. വേണ്ട വേണ്ട വേണ്ടേ? ആർച്ചമോളും ഭദ്രമോളും കൂടി ഇപ്പൊ വേണമായിരുന്നു. അവരവിടെ ഏതിലും വലിയ ആഘോഷത്തില. അല്ല, അതെങ്ങനെ നീ അറിഞ്ഞു? വിനയം വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞൊന്നുമില്ല. അവരാഘോഷിക്കുന്നതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഫോണിൽ അയച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ മക്കൾ അവിടെ ഹാപ്പിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ ഇവരോടൊപ്പം കൂടാൻ വന്നേ.